എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഒരു നല്ല കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആൾക്കാർ പറയുമല്ലോ, ഹ്യൂമാനിറ്റി ഈസ് സ്റ്റിൽ അലൈവ്. ഐ റീസെൻ്റ്ലി സോ ദിസ് വീഡിയോ. ഒരു നോൺ കേരളൈറ്റ് അല്ലെങ്കിൽ നാട്ടിലല്ലാത്തൊരു മനുഷ്യൻ ഒരു ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു സീനാണ്. ഒരു ബൈക്കർ, ഹെൽമെറ്റൊക്കെ ഉള്ള, ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏട്ടൻ ആംബുലൻസ് പുറകെ വരുമ്പോൾ അതിന് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന, ട്രാഫിക് മാറ്റി വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. ഓണസ്റ്റ്ലി നമ്മളിപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ കുറ്റം പറയുക, അല്ലെങ്കിൽ നാട്ടുകാരെ അവരവരെയൊക്കെ കുറ്റം പറയുക, അതോറിറ്റീസിനെ കുറ്റം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ്. കാരണം ആംബുലൻസിൻ്റെ വേറൊരു ലെയിൻ തന്നെ വേണം എന്നുള്ളത് എവറിബഡി സേസ് ദാറ്റ്. ആൻഡ് ഐ ഓൾസോ 100% ബിലീവ് ദാറ്റ് ആംബുലൻസ് ഷുഡ് ഹാവ് എ ഡിഫറെൻറ്റ് ലെയിൻ. BRTക്കൊക്കെ ഇപ്പം നമ്മൾ ബസ്സിന് വേറെ ലൈൻ ഇട്ടു, മെട്രോ വേറെ സ്ഥലത്ത് കൂടെ പോകുന്നത്, ഫ്ലൈ ഓവർ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫ്ലൈ ഓവർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ആ സ്ഥലത്തേക്ക് പോകാത്തവർ, താഴെ കൂടെ പോകുന്നവർ, അങ്ങനെയൊക്കെ നമുക്ക് ഡിവിഷൻസ് ഉള്ള സ്ഥിതിക്ക് ആംബുലൻസ് ഈസ് എൻ എമർജൻസി വെഹിക്കിൾ. അത് ടൈം പാസിന് ഓടിക്കുന്നതല്ല. പിന്നെ ചില സമയത്ത് ആംബുലൻസ് തീർന്നു കഴിഞ്ഞതിന് ശേഷം, മീൻസ് അതിൻ്റെ ഓട്ടം തീർന്നു കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഡ്രൈവർ കൊണ്ടുപോകുന്നുണ്ടാവും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് അല്ലാത്ത പേഷ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ പേഷ്യൻസ് ഇല്ലാതെയും വണ്ടി ഓടുന്നുണ്ടാവുമായിരിക്കും. ഇവിടുന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ എമർജൻസി ആയിട്ട് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നതൊക്കെ ഇറ്റ് കുഡ് ബി എ നോർമൽ ഡ്രൈവ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എന്നാലും ആംബുലൻസിന് വേണ്ടി വേറെ ഒരു ലെയിൻ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് വെൻ അതിൻ്റെ എമർജൻസി ഓണായ സമയത്ത് അതിനെ യൂസ് ചെയ്യാൻ വേറെ ഒരു വണ്ടികളും എതിരെയോ അതിൻ്റെ കൂടെയോ കയറി വരാത്തൊരു ലെയിൻ ഉണ്ടാവണം എന്നുള്ളത് 100% ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ഐ എം ഷുവർ മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി തിങ്ക് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ദ കേസ്, ഐ ബിലീവ്. കാരണം എമർജൻസി ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് എമർജൻസി. ഞാൻ എത്രയോ വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലി എനിക്കത് പറയാൻ എനിക്ക് കൂടുതൽ അങ്ങനെ തോന്നിയ കാരണം എന്ന് വെച്ചാൽ, VIP പാസിങ്ങിൽ ഒരു ആംബുലൻസ് വളരെ എമർജൻസി ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു റീല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം വി റിയലി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എമർജൻസി. അല്ലേ, നമ്മളെ ക്രൈസിസ് എന്നൊക്കെ പറയാമെന്നല്ല, ഇമർജൻസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ, ദ ബേസിക് തിങ് ദാറ്റ് എനി പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇസ്, നമുക്ക് പെട്ടെന്ന് ഭയങ്കര അർജൻറ്റായിട്ട് ഒന്ന് കക്കൂസപ്പം മുട്ടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയ സമയത്ത് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് പുറത്ത് പോയി വരട്ടെ എന്നിട്ട് നിന്നെ സമ്മതിക്കാം എന്ന് പറയുന്നത്, ക്യാൻ വി ഈവൻ തിങ്ക് അബൌട്ട് ഹൗ ഫൂളിഷ് ദാറ്റ് ഈസ്. ഇമർജൻസിൻ്റെ മീനിങ് തന്നെ ഡിനൈ, അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ തന്നെ തെറ്റിക്കുന്ന ഒരു സംഭവമാണത്. സോ ഇമർജൻസി ഈസ് എൻ ഇമർജൻസി. അത് മനസ്സിലാക്കാൻ ആംബുലൻസ് എന്നുള്ളത് ഒരു ടൈം പാസ് വെഹിക്കിൾ അല്ല, ഒരു റൈഡിനോ ഒരു പിക്നിക്കിനോ പോകുന്ന വെഹിക്കിൾ അല്ല. സോ ആംബുലൻസ് ഇസ് ഓൾവേസ് യൂസ്ഡ് ഫോർ ക്യാരിങ് പേഷ്യൻസ്. അത് എമർജൻസി ആണെങ്കിലും ക്രിട്ടിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന വെഹിക്കിളാണ്. സോ ആ ഒരു വെഹിക്കിളിന് ഡെഫിനറ്റ്ലി ലൈസൻസ് ചെക്ക് ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സ് അയക്കണം, ഓത്തറൈസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് അയക്കണം ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന. അല്ലാണ്ട് അവർ ഇപ്പം എനിക്ക് എമർജൻസി ആയിട്ട് ഒരു പാർട്ടിക്ക് പോകണം, അപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ ഫ്രണ്ടിൻ്റെ ആംബുലൻസ് എടുത്തിട്ട് എനിക്ക് ഈ ലൈനിൽ കൂടെ പോകാമല്ലോ എന്നുള്ള സംഭവമായിരിക്കും. അത് ചെക്കിങ് നടത്തുന്നുണ്ട്, നിർത്തിയിട്ട് എല്ലാവരെയും കൂടുതൽ ചെക്ക് ചെയ്യല്ല. ആ ലൈനിന് വേണ്ടി ഒരാളെ, ഒരു പോലീസുകാരോ ആരോ അതിൻ്റെ അതോറിറ്റി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രാഫിക് പോലീസുകാരന് വെക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് വി ഹാവ് ഇനഫ് ഓഫ് സ്റ്റാഫ് in all these sectors, but the only thing is that അതിനെ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തിട്ടില്ല, അലോട്ട് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് ഓൺലി റീസൺ. അപ്പോൾ എമർജൻസിക്ക് നമുക്ക് ഇത്തിരി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് എ ലോട്ട് ഓഫ് ലൈഫ്സ് ക്യാൻ ബി സേവ്ഡ്. ഇപ്പോൾ അടുത്ത് നമ്മളൊരു എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, ഇപ്പോൾ കറക്റ്റ് പേര് ഓർമ്മ കിട്ടുന്നില്ല, സോ ഐ ഷുഡൻറ്റ് ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നമ്മളൊരു ന്യൂസ് കേട്ടതാണ്, മലയാളി ആയിട്ടുള്ള ഒരു കുഞ്ഞു വാവ, ഒരു ക്രിസ്ത്യൻ കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കുട്ടീൻ്റെ പേര്, അലീന എന്നല്ല, വേറൊരു പേരാണ്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു, ആലിൻ അങ്ങനെ എന്തോ ആണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് റോങ്. I take the name of such a great സോൾ. 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞുവാവായിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഷീ വെൻ ടു ഗോഡ്. ആൻഡ് അവരെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് അല്ല, ബോഡി പാർട്സ്, ലിവർ ആണെങ്കിൽ ഒന്ന്, ചിലത് ഹാർട്ട് വാൾവ്സ് ആയിരിക്കാം, നെർവ്സ് ആയിരിക്കാം ചിലത്, അങ്ങനെ പല സംഭവങ്ങളും അവാവ 4 പേർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് പോയത്. കണ്ണ്, കരൾ, ഐ തിങ്ക് കിഡ്നി ആൻഡ് സം അതർ ഹാർട്ട് വാൾവോ അങ്ങനെ എന്തോ. സോ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. വെറും 10 മാസം മാത്രം അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ലോകം കണ്ടിട്ടുള്ള ഒന്നും എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞു വാവ കുഡ് ഡു സച്ച് എ ബിഗ് തിങ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹർ പേരൻസ്, ബിക്കോസ് ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് നമ്മൾ ട്രോമറ്റൈസിങ് ആയിട്ട് നമ്മളെ വാവ മരിച്ചു പോയി എന്നുള്ളത് മനസ്സിലാക്കി നിൽക്കുന്ന പേരൻസിന് ഇങ്ങനൊരു വലിയ കാര്യം ചിന്തിക്കാനും അതിനൊരു തീരുമാനം എടുക്കാനും ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പറ്റി എന്നുള്ളത് ഇറ്റ്സ് അൺബിലീവബിൾ. ബിക്കോസ് ഐ കനോട്ട് ഇമാജിൻ മൈസെൽഫ് ടു ബി ദ ബേബീസ് പേരൻറ്റ്. ആ സമയത്ത് എനിക്ക് ബോധം തന്നെ ഉണ്ടാവുമോ, നിങ്ങൾ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, എത്ര നല്ല കോഴ്സ് ആണെങ്കിലും ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു യൂസ് മൈ brain, and they did that. So hats off to her parents. It's not a small thing. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട ന്യൂസ് വളരെ
സങ്കടകരം ആസ് വെൽ ആസ് ഒരു റിലീഫുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹരീഷ് റാണ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെയാണ്. Again, that is, 13 years on bed. He was on brain dead situation, vegetative state ആയിരുന്നു. ഇത്രയും വർഷം 13 വർഷം എന്ന് പറഞ്ഞാൽ we cannot even imagine to nurse someone how much ever we love that person for 13 days. ഒരുമിച്ച് ഒരു മനുഷ്യനെ നമ്മൾ നോക്കണം. അവർ ബാത്റൂം പോകുന്നത്, അവരെ ബേസിക് സംഭവങ്ങൾ, എമർജൻസി സംഭവങ്ങൾ, ഭക്ഷണം, മലമൂത്രം, പിന്നെ വെള്ളം കുടിക്കുന്നത്, മെഡിസിൻസ്, ഇതൊക്കെ 13 ദിവസം അടുപ്പിച്ച് നമ്മളൊരു മനുഷ്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനമ്മ ആയിക്കോട്ടെ, വി റിയലി റിയലൈസ് ഹൗ ലോങ് ദറ്റ് പീരിയഡ് ഇസ്. 13 ഡേയ്സ് നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഒരു സിനിമയുടെ റിലീസോ അല്ലെങ്കിൽ നമുക്ക് സാലറി വരാനോ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 13 ഡേയ്സ് ഇസ് ഹൗ ലോങ്. അപ്പോൾ 13 ഇയേഴ്സ്, 13 വർഷം ആ അച്ഛനും അമ്മയും ആ കുട്ടീനെ ആ കടന്ന ആ ഒരു സ്റ്റേറ്റിൽ അവർ മരിച്ച നിലയിൽ ആക്ച്വലി ജസ്റ്റ് ദാറ്റ് യുവർ ഹാർട്ട് ഇസ് ബീറ്റിംഗ്, അതും മെഡിക്കൽ സപ്പോർട്ടില്ല, നോട്ട് റിയലി നാച്ചുറലി ഹാപ്പനിങ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഇത്രയും വർഷം അതിനുപയോഗിച്ച പൈസ, അതിന് അവർ കളഞ്ഞ ഫ്രീഡം, അവരുടെ മനസ്സിലുള്ള ഹോപ്പ്, അവരെ എനർജി, അവരെ എഫേർട്സ്, അവർ വേണ്ടെന്ന് വെച്ച നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക, പ്രാർത്ഥന കരഞ്ഞിട്ടുണ്ടാകുന്ന കണ്ണീര്, വി കനോട്ട് റിയലി ഇമാജിൻ ഹൗ pathetic our parents might have gone through situation. I mean, it's unimaginable. നമുക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സോ പീപ്പിൾ, that is actually what is called commitment, true love. എല്ലാ പേരൻസും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികളെ കൊന്നിട്ടും വേറെ പാർട്ട്ണറിൻ്റെ കൂടെ പോയി ഒളിച്ചോടുന്നതും അങ്ങനത്തെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. ബട്ട് ദിസ് വാസ് ലൈക്ക് ബ്രെത്ത് ടേക്കിംഗ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, നമ്മൾ ശ്വാസം നിലച്ചു പോകുന്ന ടൈപ്പ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഫ്രം ഹിസ് പേരൻസ്. ദോ അവന് ബോധത്തോടെ ബുദ്ധിയോടെ ഇതൊന്നും അനുഭവിക്കാനോ കാണാനോ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ പറ്റിയില്ല. ആഫ്റ്റർ ഹി went through the accident, he fell from the 4th floor of his hostel while he was talking to his sister on phone. Rakshabandhan ആ ടൈമിലായിരുന്നു. And then after that he never came to consciousness. ആ സമയത്ത് പോയ ബോധമാണ് 13 വർഷമായിട്ട് he is just unconscious and he is just living for actually nothing. കാരണം ആ സമയത്ത് അവരുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും വർഷം എൻ്റെ മോൻ എനിക്കത് കിടക്കാൻ പോവുകയാണ്. he is just going to be there and he is going to be എന്താ പറയുക, I am not getting words, leave the world or go to God in അവർ ആഗ്രഹിച്ചിട്ട് പോകേണ്ടി വരും എന്നുള്ളത് ഒരച്ഛനമ്മയ്ക്കും സ്നേഹമുള്ള അച്ഛനമ്മയ്ക്ക് ചിന്തിക്കാനോ ഒരു മനുഷ്യനോ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ബട്ട് ദെൻ ദേ ഹാഡ് ടു ലിറ്ററലി ബെഗ്, ഫൈറ്റ് ആൻഡ് റിക്വസ്റ്റ് ലോ ഓഫ് ഇന്ത്യ ആൻഡ് സുപ്രീം കോടതി ഫൈനലി അവർക്കൊരു വെർഡിക്റ്റ് കൊടുക്കുകയാണ്. ഹിസ്റ്റോറിക് മൂമെൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അവരൊരു വെർഡിക്റ്റ് കൊടുക്കുകയാണ് ദറ്റ് യു ക്യാൻ ആക്ച്വലി റിമൂവ് ദ മെഡിക്കൽ സപ്പോർട്ട് ആൻഡ് ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഡിഗ്നിറ്റി ഡെത്ത്. ദയാവധം എന്ന് പറയും പണ്ട്. ഇത് അവനെല്ലാം ഓണറോടെ അവനവൻ്റെ സ്വന്തം ശ്വാസം ലാസ്റ്റായിട്ട് എടുത്തിട്ട് പോട്ടെ എന്നുള്ള ആ ഒരു വേർഡിക്റ്റ് സുപ്രീം കോർട്ട് തന്നെ ബൈ ലോസ്, ബൈ റൂൾസ് അവരച്ഛനമ്മയും വാങ്ങിച്ചെടുത്തു. ദാറ്റ് ഓൾസോ കുഡ് ഹാവ് ബിൻ റിയലി ഡിഫിക്കൽട്ട്. കാരണം 10 വർഷം എങ്ങാനും കടന്നതിന് ശേഷം അവരച്ഛൻ അതിന് വേണ്ടിയുള്ള പ്ലീ കൊടുത്ത് 1 വർഷം 2 വർഷം കേസ് തള്ളിപ്പോയി. അത് ശരിയല്ല, അത് ഓക്കെ അല്ല, നമ്മൾ അപ്രൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയൊരു കേസായിരുന്നു. ആൻഡ് സ്റ്റിൽ ദേ ഡിഡ് നോട്ട് ലീവ് ഹോപ്പ്. They said they cannot see their son like this in this kind of condition for how long he's going to be like this. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വിൽക്കാനോ പണയപ്പെടുത്താനോ ചോദിക്കാനോ കടം വാങ്ങാനോ സ്ഥലമില്ല. ആൻഡ് വി ആർ ഡൺ, ഡിപ്ലീറ്റഡ് ആണ് അവരെല്ലാ റിസോഴ്സസും. ഇനി ഞങ്ങൾക്ക് ഈ വിഷമത്തിൽ ഞങ്ങളെ കുട്ടീനെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു പേരൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. അത്രയും അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു റിക്വസ്റ്റ് അവർ ബെഗ് ചെയ്ത് വാങ്ങിയത് cannot even imagine. It's such horrible. And ഫൈനലി അങ്ങനെ സംഭവിച്ചു. ആൻഡ് ദ കിഡ് ഹരീഷ്, ഹീസ് റിലീവ്ഡ്. അവനെ റിലീസ് ചെയ്തു. ഈ പീഡനം, ഈ ബുദ്ധിമുട്ട് അവനും അവൻ്റെ പേരൻസ് എല്ലാവരും റിലീസായി. ആൻഡ് എനിക്കറിയാം ഡെഫിനറ്റ്ലി അവർ ട്രോമ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ പോകുന്നുണ്ടാവും. ബിക്കോസ് ഇത്രയും കാലം നമ്മൾ ജീവിച്ച ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്കൊരു റിലീഫ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല വാട്ട് ആർ യു സപ്പോസ് ടു ഡു. ഫോർ എൻ എക്സാമ്പിൾ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കുറേ കാലം സഹിച്ച് ജീവിച്ച ഒരു ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ, once you are released, once you are out of it, എത്ര ആഗ്രഹിച്ചിട്ടാണെങ്കിലും we are asking for it. Once you are released, you do not know exactly what to do. Because you are so used to that pattern
യു ആർ സോ യൂസ് ടു ദാറ്റ് ലൈഫ് സ്റ്റൈൽ. അതിനുശേഷം നമുക്ക് ഫ്രീഡം കിട്ടുമ്പോൾ വി ഡു നോട്ട് ഇവൻ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ വി സപ്പോസ് ടു ഡു. ആ ഒരു ഫ്രീഡം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഫ്രീ ടൈം, ഇത്രയും നമുക്ക് സന്തോഷം കിട്ടുമ്പോൾ ഹൗ ആർ വി ഗോയിങ് ടു സ്പെൻഡ് ഇറ്റ് എന്നുള്ളത് ആക്ച്വലി കുറച്ച് ടൈമിലേക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സോ അതുപോലെ തന്നെ ഹരീഷാൻ്റെ പേരൻസും ഈ സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ടു ഫിഗർ ഔട്ട് ഹൗ ദേ ആർ ഗോയിങ് ടു ലിവ് ദർ ലൈഫ്, വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു വിത്ത് ദിയർ റിമൈനിങ് ലൈഫ്, എങ്ങനെ അത് സ്പെൻഡ് ചെയ്യണം. ഏതെങ്കിലും ആൾക്കാർക്ക് കുട്ടികൾക്ക് വല്ല അനാഥാശ്രമം നടത്തണോ, അല്ലെങ്കിൽ ഓർഫനേജ് നടത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണോ, ഇനി എന്തെങ്കിലും ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിയണോ, അതോ ലൈഫ് അടിച്ച് പൊളിച്ച് ബാക്കിയുള്ള കാര്യം എൻജോയ് ചെയ്യണം. ബിക്കോസ് ദേ ഹാവ് ഡൺ ദിയർ ഡീഡ്സ് ടു ദ ലിമിറ്റ് ആൻഡ് ബിയോണ്ട് ഇറ്റ്. സോ അവർ ഡെഫിനറ്റ്ലി ദേ ഡിസേർവ് ഫ്രീഡം, ദേ ഡിസേർവ് എ ലോട്ട് ഓഫ് എൻജോയ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എസ് വെൽ. ഒരുപാട് പീസ് ആൻഡ് കാം ആൻഡ് എ ലോട്ട് ഓഫ് ലൈറ്റ് റേസ് ആൻഡ് ഹോപ്സ് ആൻഡ് ഒരുപാട് ബ്ലെസ്സിങ്സ് അവർക്ക് ഉണ്ടാവട്ടെ. എല്ലാവരും പ്രാർത്ഥന അവരെ കൂടെയുണ്ട്. So these are the two incidents that I came through. വേറെയും കുറേ ഇൻസിഡൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഐ ജസ്റ്റ് ഹാപ്പൻ ടു സീ ദീസ് ടു വിച്ച് ജസ്റ്റ് സ്റ്റക്ക് ഇൻ മൈ മൈൻഡ് ആൻഡ് അത് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഐ എം നോട്ട് ഷുവർ വി ഓൾ, ഡിസ്പൈറ്റ് വി ബീങ് ഇന്ത്യൻസ്, നോൺ ഇന്ത്യൻസ്, നമുക്ക് എല്ലാവർക്കും ഈ കാര്യത്തിനെക്കുറിച്ച് അറിയുണ്ടാവും. സോ അവരെ ഫാമിലിക്ക്, ആദ്യം പറഞ്ഞ കുഞ്ഞുവാവക്കും ഇപ്പോൾ പറഞ്ഞ ഹരീഷിനും അവരെ ഫാമിലിക്ക് ഒരുപാട് പീസ് ആൻഡ് എ ലോട്ട് ഓഫ് മനസ്സിന് ശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾ വി ക്യാൻ ഡു. And because they have done the best they could for their kids, and while their kids were alive, or even after that I would say, especially അവൻ്റെ ടൈമിൽ അവർ ഓർഗൻസും ബാക്കി ബോഡി പാർട്സും ഡൊണേറ്റ് ചെയ്യാൻ അവർ കാണിച്ച ധൈര്യം is അൺബിലീവബിൾ. ഹരീഷാണിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് അവൻ്റെ ബോഡിയിൽ ബാക്കി എന്തെങ്കിലും ഓർഗൻസ് ഫങ്ഷണലായിരുന്നു, ബിക്കോസ് ഹി വാസ് ഓൺ സപ്പോർട്ട് ഫോർ എ വെരി ലോങ് ടൈം. സോ അതിനുശേഷം അവൻ്റെ ബോഡിയിൽ, അയാളുടെ ബോഡിയിൽ എന്തെങ്കിലും കൊടുക്കാൻ ലായക്കായിട്ടുള്ള, അല്ലെങ്കിൽ കൊടുക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അത് ഒരു കൊടുത്തോ ഇല്ല എന്തോ സംഭവം എന്നാണ് നോട്ട് റിയലി ഷുവർ. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ബട്ട് എനിവേ, ഇങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്ന പേരൻസ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഫാദേഴ്സ്, മദേഴ്സ്, ആരും ആയിക്കോട്ടെ, കുട്ടികളാണെങ്കിലും, I really wish that you have all the strength to undergo or to pass by this situation. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അതിനുള്ള കട്ടി ഉണ്ടാവട്ടെ, ഫിനാൻഷ്യലി നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് റിയലി വാറൊക്കെ നടക്കുന്ന സമയമാണ്. ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നടന്നു, ഇപ്പോൾ US-ഉം ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിൽ തല്ലി നടക്കുന്നു. വി ആർ ഓൾ അഫക്റ്റഡ് ബാഡ്ലി, വൺ ഓഫ് ദി അതർ വേസ്, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്രയും ഹ്യൂമാനിറ്റി കാണിക്കുന്ന കുറേ പേര് ഉണ്ട് എന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. നോട്ട് ടു ഫർഗെറ്റ്, ഒരു രാജസ്ഥാനി മനുഷ്യൻ ഫോറിനിൽ, ഐ തിങ്ക് UAE-യിൽ, he opened his hotel or something for the stranded Indians to take like refugee ആയിട്ടാണ്, അതോ to take shelter, I would say. അതും ഒരു വലിയൊരു മനസ്സ് വേണം. ഫ്രീ ഓഫ് കോസ്റ്റ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്, ഒരു റൂഫ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ഫോർ പീപ്പിൾ ടു ഡു. അതുപോലെ ദാറ്റ് ഈസ് എ ബിഗ് തോട്ട് പ്രോസസ്. ആൻഡ് ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു സംഭവം ഒരു റിയൽ ആക്ഷനിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഗട്സ്. And my huge respect to each and every person who is really kind to animals, to other beings, to trees and nature and human beings and everything, anything that breathes. I would really want to extend my huge respect and want to really thank all of you. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദൈവം കാണുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ യൂണിവേഴ്സ് വിൽ ബ്രിങ് ബാക്ക് ദർ എനർജി ടു യു ആൻഡ് ടു യുവർ ഫാമിലി, or maybe whenever your dear ones are stranded or they are in trouble, some of the other power or the energy will come around and do the best for them. So huge respect to all of you.